1968-78 കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്ന നരിയമ്പാറ ശബരിഗിരി ദേവസ്വം ബോർഡ് കോളേജിന്റെ അവശേഷിപ്പുകളും ചരിത്രവും തേടി നമ്മൾ ഇന്ന് ഒരു മല കയറുകയാണ്. പ്രകൃതി ഭംഗിയും ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രവും സമ്മേളിക്കുന്ന നരിയമ്പാറ കോളേജ് മലയിലേക്കുള്ള ഈ യാത്ര അതീവ രസകരമാണ്. കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നരിയമ്പാറയിലെത്താം. സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ മുൻവശത്തു കൂടിയുള്ള റോഡിൽ 2 കിലോമീറ്റർ പോയാൽ നരിയമ്പാറ സ്കൂൾ കവലയിൽ എത്തും. ഇതാണ് മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ നരിയമ്പാറ. പിറകിൽ ദൂരെ കാണുന്നതാണ് കോളേജ് മല. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ വരുന്നവർക്ക് 1-2 മണിക്കൂറിനുള്ളിൽ സന്ദർശിച്ചു മടങ്ങാവുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നരിയമ്പാറ കോളേജ് മല. സ്കൂൾ കവലയിൽ നിന്ന് ഇടത്തേക്കു തിരിഞ്ഞ് മുകളിലേക്കുള്ള യാത്ര തുടങ്ങാം. ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെ വീതി കുറഞ്ഞ റോഡാണ്. 18ഓളം ഹെയർപിൻ വളവുകൾ കയറി വേണം മുകളിലെത്താൻ. സ്കൂൾ കവലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം വരും. 60ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ മലമുകളിൽ പ്രവർത്തിച്ചിരുന്ന കോളേജിന്റെ അവശേഷിപ്പുകൾ തേടിയാണ് നമ്മുടെ യാത്ര. അങ്ങനെ മുകളിലെത്തി. ശബരിഗിരി ക്ഷേത്രമാണ് കാണുന്നത്. അവിടെ ചുറ്റമ്പലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നരിയമ്പാറ ശബരിഗിരി മലനിരകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കോളേജ് മല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇപ്പോൾ ശബരിഗിരി നാഥൻ്റെ ആവാസ സ്ഥലമായിട്ടാണ് നിൽക്കുന്നത്. താഴത്തെ റോഡിൽ നിന്ന് ഏതാണ്ട് 18 വളവുകളോട് മുകളിലാണ് ഈ ഒരു സ്ഥലം കാണപ്പെടുന്നത്. ഇവിടെ വളരെ കാലം മുമ്പ്, കൃത്യമായി അറിയില്ലെങ്കിലും എൻ്റെ അറിവ് ശരിയാണെങ്കിലും 68 മുതൽ 78 വരെ കാലഘട്ടത്ത് ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജ് ഇവിടെ നിലനിന്നിരുന്നുവെന്നും അന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് അറിയപ്പെട്ടിരുന്നതാണെന്നും പറയപ്പെടുന്നു. അതിനുശേഷം മറ്റു പല കാരണങ്ങളാൽ അത് നിലന്നു പോവുകയും പിന്നീട് അതിന് പകരമായിട്ട് കട്ടപ്പന ഗവൺമെൻറ് കോളേജ് നിലവിൽ വന്നു എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവിടെ ശബരിഗിരി ക്ഷേത്രം നിലനിൽക്കുന്നു. ശബരിഗിരി നാഥന് ഈ പ്രദേശത്താണ് ആയുധവിദ്യ അഭ്യസിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഐതിഹ്യം നിലനിൽക്കുന്നു. അതിനാൽ ഇവിടുത്തെ വിഗ്രഹം തന്നെ വില്ലാളിവീരനായ അയ്യപ്പനായിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മഹാവിഷ്ണു, ദേവി, ഗണപതി എന്നീ വിഗ്രഹങ്ങളും എന്നീ ദേവതമാരും ഇവിടെയുണ്ട്. കൂടാതെ ശ്രീരാമൻ്റെ പാദസ്പർശം നടത്തിയ ഒരു മല ഇതിന് തൊട്ടടിയിൽ കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ളതും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ ഈ മലനിരകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള കട്ടപ്പന ഉൾപ്പെടുന്ന, അഞ്ചുരുളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളും അതിനും അപ്പുറമുള്ള മലനിരകളും കാണാം. വ്യക്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡ് വരെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ പുറം സൈഡിൽ നിന്നും പുറം നാടുകളിൽ നിന്നുമൊക്കെ പറഞ്ഞു കേട്ടും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ കണ്ടും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ആ കോളേജിന്റെ പഴയ വരാന്തയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഭൂമിയുടെ നിരപ്പനുസരിച്ച് പല തട്ടുകളായിട്ടാണ് അന്ന് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ ക്ലാസ് റൂമുകളൊക്കെ ഇപ്പോൾ വനമായി മാറിയിരിക്കുന്നു. ഭിത്തികളിലൊക്കെ വലിയ മരങ്ങൾ വളർന്നിരിക്കുന്നു. ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന ഒരു ബോർഡ് ഇപ്പോഴും കേടുകൂടാതെ അവശേഷിക്കുന്നു. കോളേജ് മലയിൽ നിന്നുള്ള കട്ടപ്പന ടൗണിന്റെ വിദൂര ദൃശ്യങ്ങളാണിത്.
ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടും ദൂരെ കാണാം. 1950 കാലഘട്ടങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ച് പ്രദേശങ്ങൾ മുഴുവൻ വനഭൂമിയായിരുന്നു. അതിനുശേഷം ആകെ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുകയും അങ്ങനെ ഭക്ഷ്യക്ഷാമം ഉണ്ടായ കാലത്ത് ഇവിടെ ആഹാര സാധനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈറേഞ്ചിലേക്ക് ആളുകൾക്ക് കുടിയേറി പാർക്കുന്നതിന് അവസരം സർക്കാർ ഒരുക്കുകയും അപ്രകാരമാണ് ഈ ഹൈറേഞ്ചിലേക്ക് ഈ മലമുകളിലേക്ക് ആളുകൾ കുടിയേറി പാർത്തു വന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ താമസ സൗകര്യങ്ങളോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ യാതൊരു സൗകര്യങ്ങളും റോഡോ അങ്ങനെ യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. അന്ന് ഏലപ്പാറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നടന്നാണ് ഇവിടെ ആളുകൾ എത്തിയിരുന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ കൃഷി ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ആഹാരം കഴിക്കുക എന്നതായിരുന്നു. അതിനുശേഷം ഒരു 1-2 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ 1955 ഇത് ഒരു LP സ്കൂളായിട്ട് നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന പേരിൽ ഒരു LP സ്കൂൾ ഇവിടെ ആരംഭിച്ചു. ആ സ്കൂൾ ആരംഭിച്ചത് ഇവിടുത്തെ ഒരു ഷെഡിലാണ്. അന്ന് ജോലിക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഷെഡിലാണ് ആദ്യമേ സ്കൂൾ ആരംഭിച്ചത്. അതിനുശേഷം 1957 ഇവിടെ ദേവികുളം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഇവരുടെ റീഇലക്ഷൻ നടന്നു. അതിൻ്റെ അകത്ത് സഖാവ് റോസമ്മ പുന്നൂസ് ഇവിടുന്ന് ഇലക്ഷനിൽ ജയിക്കുകയും ഡെപ്യൂട്ടി സ്പീക്കറാവുകയും ചെയ്തു. ആ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഒരു UP സ്കൂളിന് അനുവാദവും തന്നു. അങ്ങനെ LP സ്കൂൾ UP സ്കൂളുകാരായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷം 1965 ഇതൊരു ഹൈസ്കൂളായിട്ട് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ഹൈസ്കൂളായി ലഭിച്ചു. ആദ്യത്തെ പ്രവർത്തനം തുടങ്ങി ഒരു കുറച്ച് 9ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും അന്നത്തെ കാലത്ത് ഇവിടെ എങ്ങും ഉപരിവിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യവുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. 1967 EMS മന്ത്രിസഭ വന്നപ്പോൾ ഇവിടെ ഹൈറേഞ്ചിലേക്ക് കോളേജുകൾ അനുവദിക്കാം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കൊടുക്കാമെന്ന് അന്നൊരു പ്രസംഗത്തിൽ ഇവിടെ ഒരു മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു കോളേജിനെ പറ്റിയൊരു ശ്രമം ഇവിടുത്തെ ജനങ്ങളിലെല്ലാം ഉണ്ടായി. അങ്ങനെ 1 പൈസ പോലും ഡൊണേഷൻ കൊടുക്കുക, അന്നത്തെ കാലത്ത് കുട്ടികളോട് ഫീസ് മേടിച്ചാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് തന്നെയല്ല, അഡ്മിഷൻ വലിയ ഡൊണേഷൻ മേടിക്കുമായിരുന്നു. കുട്ടികളോട് ഡൊണേഷൻ മേടിക്കാതെ ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തിക്കാൻ തയ്യാറത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അങ്ങനെയാണ് ഇവിടെ അന്ന് അവരാവശ്യപ്പെട്ടത് നാട്ടുകാരുടെ സംഭാവനയായിട്ട് 3 ലക്ഷം രൂപയും 35 ഏക്കർ സ്ഥലവും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 35 ഏക്കർ സ്ഥലത്തിന് പകരം 40 ഏക്കർ സ്ഥലവും 3 ലക്ഷത്തിന് പകരം ശരിക്കും പറഞ്ഞാൽ 4.5 ലക്ഷം രൂപയോളം ഇവിടെ കണ്ടെത്തിയാണ് ഇവിടെ ഒരു കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് ശബരിഗിരി ദേവസ്വം ബോർഡ് കോളേജ് എന്നായിരുന്നു ആ കോളേജിൻ്റെ പേര്. ഞാനും ആ കോളേജിൽ തന്നെ പഠിച്ച ആളാണ്. ഒരു 10 വർഷക്കാലം ആ കോളേജ് പ്രവർത്തിച്ചു. അതിനുശേഷം അവിടെ സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞ് കുട്ടികളുടെ പ്രക്ഷോഭങ്ങളുണ്ടാകുകയും അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ കോളേജ് നിർത്തുകയും അതിനുശേഷം കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ഇത് നിർത്തിയതിനോട് ഒപ്പം തന്നെ കട്ടപ്പന കോളേജിൻ്റെ ഗവൺമെൻറ് കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയൊരു ദുഃഖകരമെന്ന് പറയുന്നത് ഈ കോളേജ് നിലനിർത്തുവാനായിട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് പോലും താല്പര്യമില്ലായിരുന്നു. ദേവസ്വം ബോർഡ് താല്പര്യപ്പെടുത്തായിരുന്നെങ്കിൽ ഇപ്പം ഒരു കോളേജിന് പകരം 2 കോളേജായിട്ട് മാറുമായിരുന്നു. അതിനുള്ള സ്ട്രക്ചർ കെട്ടിടങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് തുടർന്ന് നടത്താനായിട്ടുള്ള താല്പര്യം ദേവസ്വം ബോർഡും കാണിച്ചില്ല, അതോടൊപ്പം തന്നെ സർക്കാരും കാണിച്ചില്ല എന്നത് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതിനുശേഷം ഹൈസ്കൂൾ കിട്ടി. ഹൈസ്കൂള് തുറന്ന കാലം തൊട്ട് ഇക്കാലം വരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വളരെ കാലമായിട്ട് 100% റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സംസ്കൃതോത്സവത്തിലൊരു 10-11 വർഷമായിട്ട് ഈ സ്കൂളിനാണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നുണ്ട്. ഇപ്പം കായിക മേഖലകളിൽ എല്ലാ മേഖലകളിലും നമുക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മൂല്യച്യുതികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് അതില്ലാതെ നല്ല കുട്ടികളെ വാർത്തെടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നേട്ടങ്ങൾ കുറേയൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പല സ്കൂളുകളും കുട്ടികൾ കുറയുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ കുറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കുറയുന്നതിനനുസരിച്ച് കുറയുന്നില്ല എന്നത് ആശ്വാസകരമാണ്.